അതിലിപ്പോൾ നിങ്ങളെയാണ് ഏൽപ്പിച്ചെങ്കിൽ ഈ കാര്യങ്ങൾ അറിയുമ്പോൾ ആദ്യ റിപ്പോർട്ടിൽ എന്ത് പറയും? റെക്കമെൻഡേഷൻ എന്ത് പറയണം? അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പോൾ നിങ്ങളാണ് കേൾക്കുന്നത്. അല്ല, ക്രൈം കേൾക്കുന്നു, നിങ്ങൾ കേൾക്കുന്നു, നിങ്ങളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു, നിങ്ങൾക്ക് റിപ്പോർട്ട് നൽകാൻ അധികാരം നൽകിയിരിക്കുന്നു. ഈ ക്രൈം കേട്ടാൽ നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? ആദ്യം എന്ത് പറയണം? നമ്മൾ കേട്ടിട്ടില്ലല്ലോ. ഇപ്പം നിങ്ങൾ പറഞ്ഞ നിങ്ങൾ അതിലുണ്ടെന്ന് പറയുന്നു. കേട്ട് കഴിഞ്ഞാൽ ആദ്യം എന്ത് പറയണം? അല്ല, ഞാൻ കൃത്യമായിട്ട് പറ. ആ റിപ്പോർട്ടിന്റെ ശുപാർശയിൽ ഈ പറയുന്ന നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ഞാൻ കണ്ടിട്ടില്ല, നിങ്ങൾ കണ്ടോന്ന് എനിക്കറിയില്ല, കാണാൻ സാധ്യതയില്ല. അപ്പം കാണുകയല്ല, കേട്ടാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ഈ പറയുന്നതാണെങ്കിൽ ഒരു ജഡ്ജി കൊടുക്കുമ്പോൾ ആദ്യം എന്ത് പറയണം? അല്ല അല്ല ഞാൻ അല്ല ഞാൻ പറയുന്നില്ല വീഴ്ച അത് കിട്ടിയല്ലോ നമുക്കറിയില്ലല്ലോ. ഞാൻ പറയുമ്പോൾ നമ്മളാണ് ഇത് കേട്ട് ഈ നിങ്ങൾ പറയുന്നത് പോലെ ആണോ ഇല്ലയോ നമുക്കറിയില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് അത് സംബന്ധിച്ച് സാധാരണഗതിയിൽ വരുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് സംബന്ധിച്ച് കേസെടുത്ത് അന്വേഷിക്കണം എന്ന് സാധാരണഗതിയിൽ. ഇപ്പോൾ നമ്മളെല്ലാം ചുമതലപ്പെടുത്തുകയാണെങ്കിൽ ഇങ്ങനെ നിങ്ങൾ പറയുന്ന പുറത്തു വരുന്നതനുസരിച്ചുള്ള കാര്യങ്ങളാണ് മുൻപിലെങ്കിൽ നമുക്കറിയില്ല. കൺക്ലൂഷൻ ഉണ്ടാകുന്ന വസ്തുത എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. കൺക്ലൂഷൻ വേണോ ഇല്ലേ നമ്മൾ പറയുന്ന വസ്തുത നമുക്കറിയില്ലല്ലോ, അവർക്കല്ലേ അറിയുള്ളൂ. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇതാണ് ശരിയെന്ന് നിഗമനത്തിൽ ജസ്റ്റിസ് ഹേമയെ പോലൊരാൾ സാധാരണഗതിയിൽ അങ്ങനെയാണെങ്കിൽ അവരത് ശുപാർശ കൊടുക്കേണ്ടതാണല്ലോ. അപ്പോൾ അത് നമുക്കിടെ മുൻപിലില്ല. ഈ വന്നിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്കറിയില്ല, അവർക്ക് അറിയുള്ളൂ. ശുപാർശകൾ എന്തായാലും കണ്ടിട്ടില്ല. ഗവൺമെൻറ്റിന് ഇപ്പോൾ ഒരാളെ രക്ഷിക്കാനില്ല, ഒരാളെയും ഇതിനകത്ത് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് ഒരാളെ രക്ഷിക്കാൻ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നില്ല. നേരത്തെ തന്നെ മുഖ്യമന്ത്രി അസന്നിഗ്ധമായി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കോടതിയുടെ മുൻപിൽ നിൽക്കുന്നത് കൊണ്ട് ഇനിയിപ്പോൾ എല്ലാം കോടതിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ നോക്കാം.